ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ അവിടെ ആ വീഡിയോ കണ്ടു, നിങ്ങൾ സംസാരിച്ചു. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? പുറത്ത് നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ ബേസിൽ എനിക്കുണ്ടായ സൈബർ അറ്റാക്കും എൻ്റെ ഫാമിലിക്കുണ്ടായ വിഷമങ്ങളും അത് ജീവിതകാലം മുഴുവനും എന്നിൽ തന്നെ നിൽക്കും. വേദനിക്കുന്നു കേട്ടോ, മനസ്സ് വേദനിക്കണു. അത് പോകത്തില്ല. കട്ടപ്പയുടെ സീന് അവള് പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുക. അനുമോള് നല്ല, അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം എന്താ സാധനം എന്ന്. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. ഞാൻ നിന്റെ പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുവാന്ന്, നിന്നെ പറ്റി വീണ്ടും വീണ്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. ഇല്ല, നീ എന്തിനാ പേടിക്കുന്നേ? അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. പേടിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഞാൻ കട്ടപ്പാന്ന് പറഞ്ഞ ഓരോരുത്തരുടെ കമന്റ് കാണുമ്പോഴും ഒരു പരിധി വരെ കമന്റ് നോക്കി ജീവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കും. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത്. കമന്റ് മാത്രമല്ല, ഓരോരുത്തർ എന്നെ വിളിക്കുന്നുണ്ട്, ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇതിന് മുമ്പുള്ള എല്ലാ സീസണിലും ഇതുപോലെ ആൾക്കാർ എന്താ ഇങ്ങനെ സൈബർ ബുള്ളിങ് അവർ ഏറ്റിട്ടില്ലേ? അവരോടൊക്കെ നീ സംസാരിക്കണം, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് സംസാരിക്കണം. അങ്ങനെ ആരോടും സംസാരിക്കാൻ കാണുകയും ചെയ്യാത്തോണ്ട് ഇതൊക്കെ വരുമെന്ന് എനിക്കറിയാം. ഇവര് വിഷം എന്ന് പറയുന്നുണ്ട്, പാമ്പ് എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും എന്റെ തലയിലോട്ട് കേട്ടിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. എന്നെ വിശ്വസിക്കാൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ആദ്യമൊക്കെ ഇതൊക്കെ തമാശ രീതിയിലാണ് എടുത്തോണ്ടിരുന്നത്. ഓക്കെ, കട്ടപ്പാടൊക്കെ കമന്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ തമാശ രീതിയില്ല. പിന്നെ ഓരോരുത്തരുടെ റിയാക്ഷൻ വീഡിയോ, ഓരോരുത്തർ എന്നെ എന്തൊക്കെ വൃത്തിയുടെ പറയുന്നത് അറിയാമോ? എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ ആമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? അല്ലെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ എത്രത്തോളം കരിവാരിത്തേക്കാം അത്രത്തോളം കരിവാരി തേച്ച് എന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നമുക്ക് വേണമെങ്കിൽ മിണ്ടാമായിരുന്നു, നിനക്ക് വേണമെങ്കിൽ എന്നെ മാത്രം പറയരുത്, നിനക്ക് വേണമെങ്കിൽ മിണ്ടാമായിരുന്നു. ഇടി ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോഴേക്കും നീ മാറി പോയിക്കൊണ്ടിരിക്കുക. അവസാന നിമിഷത്തിലൊക്കെയോ ഇടയ്ക്ക് ശൈത്യ, പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. എന്തെങ്ങനെ ചങ്കു പൊട്ടി നിൽക്കാ പാവം, ഇനിയും വിഷമിപ്പിക്കരുത്, ചത്തുപോയാള്. ഞാൻ പറയട്ടെ, ഒരു കാരണവശാലും പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ശൈത്യക്ക് മനസ്സിലായില്ലേ? എന്താണ് ഇതൊക്കെ ഇങ്ങനെയാണ്? നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ ആ വീഡിയോ കണ്ടു, നിങ്ങൾ സംസാരിച്ചു. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. അപ്പൊ എങ്ങനെയാ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?